നിക്കരാഗ്വ സർക്കാർ വ്യാജ ആരോപണം ഉന്നയിച്ച് തടവിലാക്കിയിരിക്കുന്ന മതകൽപ്പ രൂപതാധ്യക്ഷൻ ബിഷപ്പ് റോളൻഡോ അൽവാരസിന്റെ പിറന്നാൾ പ്രാർത്ഥനാപൂർവ്വം ആഘോഷിച്ച് വിശ്വാസികൾ. മെത്രാന്റെ അസാന്നിധ്യത്തിലും നവംബർ 27-ന് സാൻ പെദ്രോ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നു, അധികാരികൾക്കെതിരെ ജനത്തെ സംഘടിപ്പിക്കുന്നു തുടങ്ങിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 19-നാണ് മതകൽപ്പയിലെ മെത്രാനായ ബിഷപ്പ് റൊളാൻഡോ ആൽവരസിന് നിക്കരാഗ്വ പോലീസ് വീട്ടുതടങ്കൽ ഏർപ്പെടുത്തിയത്. ബിഷപ്പിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂറോപ്യൻ പാർലമെന്റ് ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയർന്നെങ്കിലും പ്രസിഡന്റ് ഡാനിയൽ ഓർട്ടഗയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇതുവരെയും മെത്രാനെ മോചിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെയാണ് നിക്കരാഗ്വയിലെ വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ച ഒരു മെത്രാനെ ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നതിന്റെ ഭാഗമായി ബിഷപ്പ് ആൽവരസിന്റെ പിറന്നാൾ പ്രാർത്ഥനാപൂർവ്വം ആചരിച്ചത്. നവംബർ 27-ന് സാൻ പെദ്രോ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ബിഷപ്പിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നതിന്റെ പ്രതീകമായി രൂപതയിൽ മെത്രാൻ ഉപയോഗിക്കുന്ന സ്ഥാനിക പീഠത്തിൽ ബിഷപ്പ് ആൽവരസിന്റെ ഒരു ചിത്രം വിശ്വാസികൾ സ്ഥാപിക്കുകയും ചെയ്തു. ആഗമനകാലത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് പിറന്നാൾ ആഘോഷം നടന്നത് എന്നതും ശ്രദ്ധേയം. ഫാദർ ജാഡറ്റ് ഡാനിയലോയാണ് വിശുദ്ധ കുർബാനയ്ക്കും മറ്റ് ചടങ്ങുകൾക്കും നേതൃത്വം നൽകിയത്. തടവിൽ കഴിയുന്ന ബിഷപ്പിനും വൈദികർക്കും ദൈവജനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധ കുർബാന മധ്യേ അദ്ദേഹം വിശ്വാസികളോട് ആഹ്വാനം ചെയ്തു. കൂടാതെ രൂപത തങ്ങളുടെ പ്രിയ മെത്രാന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിറന്നാൾ ആശംസകൾ നേരുകയും സാൻ പെദ്രോ കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ആഘോഷങ്ങളുടെ പ്രധാന ഭാഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.